വിശുദ്ധ കുരിശിൻ്റെ അടയാളത്താൽ ഞങ്ങളുടെ ശത്രുക്കളിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. ഞങ്ങളുടെ തമ്പുരാനെ, പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പ്രഭാഷകൻ 19-ാം അധ്യായത്തിൽ ജ്ഞാനം, വിവേകം, സത്യസന്ധത എന്നിവയെ കാത്തു സൂക്ഷിക്കേണ്ടതിൻ്റെയും വാക്കുകളിൽ ജാഗ്രത പാലിക്കേണ്ടതിൻ്റെയും പ്രാധാന്യം വിവരിക്കുന്നു. ദുഷ്ടതയിൽ ആനന്ദിക്കുന്നവൻ ശിക്ഷിക്കപ്പെടും. വ്യർത്ഥ ഭാഷണത്തെ വെറുക്കുന്നവൻ തിന്മയിൽ നിന്ന് ഒഴിഞ്ഞിരിക്കും. കേൾക്കുന്നതെല്ലാം പറഞ്ഞു നടക്കരുത്, നിനക്കൊന്നും നഷ്ടപ്പെടുകയില്ല. പ്രഭാഷകൻ 19-ാം അധ്യായം 5 മുതൽ 7 വരെയുള്ള തിരുവചനങ്ങൾ. അധ്യായം 20-ൽ മൗനം പലപ്പോഴും നല്ലതാണ്, വിവേകത്തോടെ സംസാരിക്കുക എന്ന് ഓർമ്മപ്പെടുത്തുന്നു. വാക്കിൽ പിഴയ്ക്കുന്നതിനേക്കാൾ ഭേദമാണ് കാൽ തെറ്റി വീഴുന്നത്. ദുഷ്ടൻ അതിവേഗം നിലംപതിക്കുന്നു. പ്രഭാഷകൻ 20-ാം അധ്യായം 18-ാം തിരുവചനം. അധ്യായം 21-ൽ ജ്ഞാനത്തിന്റെ വഴി ജീവന്റെ വഴിയാണ് എന്ന് വ്യാഖ്യാനിക്കുന്നു. സർപ്പത്തിൽ നിന്നെന്ന പോലെ പാപത്തിൽ നിന്ന് ഓടിയകലുക. അടുത്തു ചെന്നാൽ അത് കടിക്കും. അതിന്റെ പല്ലുകൾ സിംഹത്തിന്റെ പല്ലുകളാണ്, അത് ജീവൻ അപഹരിക്കും. പ്രഭാഷകൻ 21-ാം അധ്യായം 2-ാം തിരുവചനം. അധ്യായം 22-ൽ മടിയൻ, അജ്ഞാനി, ദുഷ്ടൻ എന്നിവരെ ഒഴിവാക്കുക എന്നുപദേശിക്കുന്നു. ചെളിയിൽ പൂണ്ട കല്ല് പോലെയാണ് അലസൻ, അവന്റെ നിന്ദ്യാവസ്ഥയെ എല്ലാവരും പരിഹസിക്കുന്നു. പ്രഭാഷകൻ 22-ാം അധ്യായം 1-ാം തിരുവചനം. അധ്യായം 23 ആത്മനിയന്ത്രണത്തിനുള്ള ഒരു പ്രാർത്ഥനയാണ്. 2 കൂട്ടർ പാപം വർദ്ധിപ്പിക്കുന്നു, മൂന്നാമതൊരു കൂട്ടർ ക്രോധം ക്ഷണിച്ചു വരുത്തുന്നു. വികാരം കൊണ്ട് ജ്വലിക്കുന്ന ഹൃദയം ആളുന്ന തീ പോലെയാണ്. ജീവിതം പൂർണ്ണമായി നശിപ്പിക്കുന്നതുവരെ അത് അടങ്ങുകയില്ല. ഭോഗാസക്തിക്ക് അടിമപ്പെടുന്നവൻ അഗ്നി ദഹിപ്പിക്കുന്നതുവരെ അതിൽ നിന്ന് സ്വതന്ത്രനാവുകയില്ല. പ്രഭാഷകൻ 23-ാം അധ്യായം 16-ാം തിരുവചനം. പരിശുദ്ധാത്മാവെ, തിരുവചനത്തിന്റെ അനന്തശക്തിയാൽ ആത്മാവിന്റെ ബലങ്ങളും ദാനങ്ങളും നൽകി തീക്ഷ്ണതയാൽ ഞങ്ങളെ ജ്വലിപ്പിക്കണമേ. ആമേൻ.